السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം സഅദി റഹിമഹുള്ളയുടെ സുആലും വ ജവാബുൻ ഫി അഹമ്മിൽ മുഹിമ്മാത്ത് എന്ന റിസാലയിൽ 12ാമത്തെ ചോദ്യം, അസ്സുആലു الثاني عشر മാ സിഫത്തുൽ ഈമാൻ ബില്ലാഹി അലാ വജ്ഹി തഫ്സീൽ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിന്റെ ഒരു രൂപം? അതൊന്ന് വിശദമായിട്ട് പറഞ്ഞാൽ, അഥവാ ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ്. ഇത് ഈ കിതാബിലെ വളരെ മനോഹരമായി ഷെയ്ഖ് എഴുതിയിട്ടുള്ള പല ഇബ്നു ഖയ്യിമിന്റെ കിതാബിലും പറയാറുള്ള ഒരു രീതിയിൽ ഷെയ്ഖ് കൊടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഇമാം സഅദി റഹിമഹുള്ളയുടെ കിതാബുകൾ വളരെയധികം ഇബ്നു ഖയ്യിമിന്റെ തഅ്സീർ ഉണ്ടാകും. അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം എന്നിവരുടെ കിതാബുകൾ കൂടുതൽ വായിക്കാൻ വേണ്ടി. നിങ്ങൾ ശരിയായ അഖീദയിലും മൻഹജിലും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ രണ്ട് ഷെയ്ഖുമാരെ, ഈ രണ്ട് മശായിഖുമാരെ മുറുകെ പിടിക്കുക എന്ന് ഇമാം സഅദി ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇബ്നു ഖയ്യിമിന്റെ ഒരു രീതിയിലാണ് ഈ ഒരു ഭാഗം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യം എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം, അതിന്റെ സിഫത്ത് എങ്ങനെയാണ്? ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാകേണ്ടത്? അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ആ കാര്യത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് തഫ്സീലായിട്ട്. അൽ ജവാബു, അതിന് ഉത്തരം പറയുന്നു, ഇന്നനാ നുഖിറു വനഅ്തരിഫു ബിഖുലൂബിനാ, നാം അംഗീകരിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഖൽബുകൾ കൊണ്ട്, വഅൽസിനതിന, നമ്മുടെ നാവുകൾ കൊണ്ടും, അന്നല്ലാഹ വാജിബുൽ വുജൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബുൽ വുജൂദ് ആണെന്ന്. വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടാകേണ്ടവനാണ്. ഈ ഉണ്ടാവുക അല്ലെങ്കിൽ വുജൂദ് ഉണ്ടാവുക എന്നുള്ളത് കുറച്ച് മൻതിഖിയായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള ചർച്ചകളാണ്. 3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന് മുംകിനുൽ വുജൂദ്, ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, എന്തും ആകാം. രണ്ടാമത്തേത് മുംതനിഉൽ വുജൂദ്, ഒരിക്കലും ഉണ്ടാകാത്ത സാധനങ്ങൾ, ഒരിക്കലും ഉണ്ടാകാത്ത അങ്ങനെ കാര്യം ഉണ്ടാവുകയില്ല. മൂന്നാമത്തേത് വാജിബുൽ വുജൂദ്, നിർബന്ധമായും ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മനുഷ്യർ, ജന്തുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾ, അതൊക്കെ മുംതനിഉൽ വുജൂദാണ്. അത് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഈ ലോകത്തിന്റെ എല്ലാ നിയന്ത്രണത്തിനും മനുഷ്യൻ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, എന്തും ആകാം. മുംതനിഉൽ വുജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകൽ അസംഭവ്യമായിട്ടുള്ളത്. ഇപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഇതൊക്കെ ഭാഷാപരമായിട്ടുള്ള ചില ഇതാട്ടോ, ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പോ അള്ളാഹുവിന് നശിപ്പിക്കാൻ പറ്റാത്ത ഒരു വസ്തുവെ അള്ളാഹുവിന് ഉണ്ടാക്കാൻ പറ്റുമോ? അള്ളാഹുവിന് ഇല്ലാതാക്കാൻ പറ്റാത്ത, നശിപ്പിക്കാൻ പറ്റാത്ത ഒരു സാധനത്തെ അള്ളാഹുവിന് ഉണ്ടാക്കാൻ പറ്റുമോ? അള്ളാഹുവിനെല്ലാം ഉണ്ടാക്കാൻ പറ്റും, സംശയമില്ല. അള്ളാഹുവിനെല്ലാം നശിപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നം കണ്ടില്ലേ? അള്ളാഹുവിനെ നശിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥാനത്തെ അള്ളാഹുവിന് ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് ഉത്തരം പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടാവൂല, അങ്ങനെ ഒരു കാര്യം തന്നെ ഉണ്ടാവൂല, പ്രാക്ടിക്കൽ അല്ല. അതാണ് മുംതനിഉൽ വുജൂദ്, അതായത് ഒരു അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഉണ്ടാവൽ അസംഭവ്യമായിട്ടുള്ള കാര്യം. മൂന്നാമത്തേത് വാജിബുൽ വുജൂദ്, നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു മാത്രമാണ്. കാരണം മുംകിനുൽ വുജൂദ് പറഞ്ഞാൽ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അങ്ങനെ ഒരു വസ്തു ഉള്ളത് തന്നെ വാജിബുൽ വുജൂദിനെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാവുക, വാജിബുൽ വുജൂദ് എന്നാൽ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫൽസഫ, മൻതിഖ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള കുറച്ച് ഭാഷാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിന് പിന്നിലുള്ളത്. അപ്പോൾ അള്ളാഹു നിർബന്ധമായും ഉള്ളവനാണ്, ഉണ്ടാകേണ്ടവനാണ് എന്നുള്ളത് നാം വിശ്വസിക്കുന്നു. സംശയമില്ല, അള്ളാഹു ഉള്ളവനാണെന്നുള്ളതിൽ സംശയമില്ല. വാഹിദുൻ അഹദുൻ ഫർദുൻ സമദുൻ, പിന്നെ അള്ളാഹുവിനെ പറ്റി നാം വിശ്വസിക്കുന്നു, അള്ളാഹു ഒറ്റയാണ്, ഏകനാണ്, സമദാണ്. വാഹിദ്, അഹദ്, ഫർദ് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ, ഏകൻ എന്നുള്ള അർത്ഥം. സമദ് നമുക്കറിയാം, പിന്നെ വേറൊരാളും ആവശ്യമില്ലാതെ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവൻ എന്ന അർത്ഥം. അതായത് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു ഉള്ളവനാണെന്ന് വിശ്വസിച്ചു, അള്ളാഹു ഒറ്റയാണെന്നും അത് എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണ് എന്നും. മുതഫരിദുൻ ബികുല്ലി സിഫത്തി കമാലിൻ
ബികുല്ലി സിഫത്തിൻ കമാലിൻ വമജ്ദിൻ വഅളമത്തിൻ വഖബ്രിയാ വജലാലിൻ. അല്ലാഹു തആല ഏകനാണ്. എല്ലാ പരിപൂർണമായ വിശേഷണങ്ങൾ കൊണ്ടും, മജിദ് വഅളമത്ത് എന്ന് പറഞ്ഞാൽ മഹത്വം കൊണ്ടും, കിബ്രിയാ ജലാൽ ഇതൊക്കെ മഹത്വം എന്നുള്ളതിന്റെ വ്യത്യസ്ത ദർജകളാണ്. പ്രതാപം, മഹത്വം എന്നുള്ളതിന്റെ വ്യത്യസ്ത ദർജകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ എല്ലാ മഹത്വം കൊണ്ടും ആ വിശേഷണം കൊണ്ട് ഏകൻ അവനാണ്. വഅന്ന ലഹു ഗായത്തുൽ കമാൽ, അവനാണ് എല്ലാ പരിപൂർണതയുള്ളത്. ഏത് കാര്യത്തിലും പരിപൂർണത ആർക്കുള്ളത്? അല്ലാഹുവിനാണ്. അല്ലദീ ലാ യഖ്ദിറുൽ ഖലായിഖു അൻ യുഹീതു ബിശൈഇൻ മിൻ സിഫാതിഹി, എങ്ങനെയുള്ള പരിപൂർണത? മറ്റുള്ള സൃഷ്ടികൾക്ക് ഒരു നിലക്കും അള്ളാഹുവിന്റെ ഒരു വിശേഷണവും എടുക്കാൻ സാധിക്കില്ല പരിപൂർണമായ നിലക്ക്. ഇപ്പൊ നമ്മൾ നേരത്തെ പറയാറുണ്ട്, അള്ളാഹു സമീആണ്, അടിമയും സമീആണ്. പക്ഷെ അള്ളാഹുവിനെ പോലെ ആവുമോ അടിമയുടെ കേൾവി? ഇല്ല. അപ്പൊ ഏത് കാര്യത്തിന്റെയും പരിപൂർണത ആർക്കാണ്? അള്ളാഹുവാണ്. വഅന്നഹുൽ അവ്വലു അല്ലദീ ലൈസ ഖബ്ലഹു ഷൈഉൻ, അവനാണ് ആദ്യമുള്ളവൻ. എങ്ങനെയുള്ളവനാണ്? അവന് മുമ്പ് മറ്റൊന്നുമില്ല. വലാഖിറു അല്ലദീ ലൈസ ബഅദഹു ഷൈഉൻ, ഏറ്റവും അവസാനമുള്ളവൻ, അവന് ശേഷം മറ്റൊന്നുമില്ല. അഥവാ അള്ളാഹു തുടക്കമില്ലാതെ ഉള്ളവനാണ്, അവസാനമില്ലാതെ നിലനിൽക്കുന്നവനാണ്. വല്ലാഹിറു അല്ലദീ ലൈസ ഫൗഖഹു ഷൈഉൻ, എല്ലാത്തിന്റെയും ഉപരിയിൽ മുകളിലുള്ളവനാണ്, അവന് മുകളിലായിട്ട് മറ്റൊന്നുമില്ല. വൽബാത്തിനു അല്ലദീ ലൈസ ദൂനഹു ഷൈഉൻ, അതുപോലെ തന്നെ എല്ലാത്തിനും അടുത്തവനാണ്, അവനേക്കാൾ അടുത്തവനായിട്ട് മറ്റൊന്നും ഇല്ല ഏതൊരു കാര്യത്തിലും. വഅന്നഹു അൽ അലിയുൽ അഅല, അവൻ ഉന്നതനും അത്യുന്നതനുമാണ്. ഉലുവുൽ ദാതി വഉലുവുൽ ഖദ്രി വഉലുവുൽ ഖഹർ, ഉലുവിന്റെ ബാബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 തരത്തിലുള്ള ഉലുവാണ്. ദാതിയായിട്ട് ഉന്നതനാണ്, ഖദർ കൊണ്ട് ഉന്നതനാണ്, ഖഹർ കൊണ്ട് ആധിപത്യം കൊണ്ട് അല്ലാഹു തആല ഉന്നതനാണ് എന്നുള്ളത്. ഇത് പറയുന്നത് മൊത്തത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ്. വഅന്നഹുൽ അലീമു ബികുല്ലി ഷൈഇൻ, അവൻ എല്ലാ കാര്യത്തെയും അറിയുന്നവനാണ്. വൽ ഖദീറു അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അസ്സമീഉ ലിജമീഇൽ അസ്വാത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നവനാണ്. ബിഖ്തിലാഫിൽ ലുഗാത്ത്, ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും. അലാ തഫന്നുനിൽ ഹാജാത്ത്, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളാണ് ചോദിക്കുന്നത് എങ്കിലും. അൽ ബസീറു ബികുല്ലി ഷൈഇൻ, എല്ലാം കാണുന്നവനാണ്. അൽ ഹകീമു ഫീ ഖൽഖിഹി വശറഇഹി, സൃഷ്ടിപ്പിലാവട്ടെ ശരീഅത്ത് നിയമത്തിലാവട്ടെ, അഥവാ അള്ളാഹു ഭൗതികമായി ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ ദീനിയായിട്ടുള്ള ശരീഅത്ത് നിയമങ്ങളിലാവട്ടെ, എല്ലാത്തിലും ഹക്കീമാണ്, ഹിക്മത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുക. അൽ ഹമീദു ഫി ഔസാഫിഹി വഅഫ്ആലിഹി, അവന്റെ വിശേഷണങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹനാണ്, സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. അൽ മജീദു ഫി അളമതിഹി വകിബ്രിയാഇഹി, അവന്റെ മഹത്വത്തിൽ ഏറ്റവും മഹത്വമുള്ള ഉന്നതനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ മഹത്വമുള്ളവനാണ്. അതായത് മലയാളത്തില് ഈ വാക്കുകൾ പറയുമ്പോൾ ഉള്ള പരിമിതിയാണ്. ഇപ്പൊ മജീദിനും അവമത്തിനും കിബ്രിയായിനും ഈ മഹത്വം എന്നതിനപ്പുറത്തേക്ക് അത് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കില്ല, പിന്നെ വിശദീകരിക്കണം. കിബ്രിയ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്നത്, അഥവാ എല്ലാത്തിനേക്കാളും പെരുമ കൊള്ളുന്നവൻ എന്ന നിലക്കൊക്കെ. അപ്പൊ മഹത്വമുള്ളവൻ. അർ റഹ്മാനു അർ റഹീമു, റഹ്മാനാണ് റഹീമാണ്, വിശാലമായ കാരുണ്യമുള്ളവനാണ്, ആ കാരുണ്യം ചൊരിയുന്നവനാണ്. അല്ലദീ വസിഅത് റഹ്മതുഹു കുല്ല ഷൈഇൻ, അവന്റെ ആ കാരുണ്യത്തിൽ എല്ലാ കാര്യവും ഉൾക്കൊണ്ടിട്ടുണ്ട്, ഒന്നും അതിന് പുറത്തല്ല. അവന്റെ കാരുണ്യം അത്ര വിശാലമാണ്. വഅമ്മ ബിജൂദിഹി വബിർരിഹി വമവാഹിബിഹി കുല്ല മൗജൂദിൻ, എല്ലാ സൃഷ്ടികൾക്കും ഉള്ളതായിട്ടുള്ള എല്ലാ സൃഷ്ടികൾക്കും ഔദാര്യങ്ങൾ, ഹിബകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരോട് പുണ്യം ചെയ്യുന്നത് എല്ലാം വിശാലമായി ചെയ്യുന്നവനാണ്. അൽ മാലിക് അൽ മലിക് ലിജമീഇൽ മമാലിക്, എല്ലാ അടിമകളുടെ മേലെയും അധികാരിയായിട്ടുള്ള രാജാവായിട്ടുള്ളവനാണ്. ഫലഹു തആല സിഫത്തുൽ മുൽക്ക്, അവന്റേതാണ് മുൽക്ക് എന്നുള്ള സിഫത്ത്, ആധിപത്യം എന്നുള്ള വിശേഷണം. വൽ ആലമുൽ ഉൽവി വസ്സുഫ്ലി കുല്ലുഹും മമാലീകു വഅബീദുൻ ലില്ലാഹ്, ഉന്നതമായ 7 ആകാശങ്ങളാവട്ടെ താഴെ ഭൂമിയാവട്ടെ എല്ലാം അതിലകത്തുള്ളതെല്ലാം അവന്റെ അടിമകൾ മാത്രമാണ്. വലഹു തസറുഫുൽ മുത്ലഖ്, അവനാണ് നിരുപാധികം എല്ലാത്തിന്റെയും കൺട്രോൾ ഉള്ളത്, നിയന്ത്രണമുള്ളത്. വഹുവൽ ഹയ്യുൽ ലദീ ലഹുൽ ഹയാത്തുൽ കാമിലത്തുൽ മുതവമ്മിനതു ലിജമീഇ ഔസാഫിഹി ദാതിയ്യ, അവൻ ഹയ്യാണ്, അല്ലാഹു തആല ഹയ്യാണ്. ആ ഹയാത്തിൽ അഥവാ എന്നും ജീവിക്കുന്നവനാണ്, അതിന്റെ പരിപൂർണതയിലുള്ളതാണ്. അതോടൊപ്പം തന്നെ ദാതിയായിട്ടുള്ള എല്ലാ വിശേഷണങ്ങളിലും ഹയ്യാണ്. അൽ ഖയ്യൂം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതാണ്. അല്ലദീ ഖാമ ബിനഫ്സിഹി, അവന്റെ സ്വന്തത്തിലാവട്ടെ വബിഗൈരിഹി, മറ്റുള്ളവരിലാവട്ടെ എല്ലാത്തിലും. വഹുവ മുത്തസിഫുൻ ലിജമീഇ സിഫാത്തിൽ അഫ്ആൽ,
എല്ലാ പ്രവർത്തിക്കുന്ന വിശേഷണങ്ങളിലും. അതായത് അള്ളാഹുവിന്റെ 2 നാമങ്ങൾ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ളത് അത് വളരെ ശ്രേഷ്ഠതയുള്ള 2 നാമങ്ങളാണ്. കാരണം ഉലമാക്കൾ പറഞ്ഞു എല്ലാ അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന നാമങ്ങളാണ് അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു അൽ ഹയ്യുൽ ഖയ്യൂമാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നുള്ളത്. അഥവാ അള്ളാഹുവിന്റെ ഒരു നാമമുണ്ട്, ആ നാമം കൊണ്ട് തേടിയാൽ അള്ളാഹു തആല ഉത്തരം ചെയ്യും, ഏറ്റവും മഹത്തരമായിട്ടുള്ളതാണ് ആ നാമം. അത് ഹയ്യുൽ ഖയ്യൂമാണെന്ന് പറയാണ്. അതാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയ്യ് എന്നുള്ള നാമം ഹയാത്ത് എന്നുള്ള വിശേഷണം അറിയിക്കുന്നത് അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള എന്തെല്ലാം വിശേഷണങ്ങളുള്ളോ ഉണ്ടോ അതിന്റെ എല്ലാം പരിപൂർണതയാണ്. അതായത് അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, അതിന്റെ എല്ലാം പരിപൂർണത. ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഫ്ആലിയായിട്ടുള്ള സിഫത്തുകൾ, അള്ളാഹു പ്രവർത്തിക്കുന്ന സിഫത്തുകൾ ഉണ്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ദർസിൽ തന്നെ അള്ളാഹുവിന്റെ വിശേഷ നാമങ്ങളും വിശേഷങ്ങളും 2 രീതിയിലുണ്ടാവും. ദാത്തിയായതുണ്ടാകും, അഫ്ആലിയായതുണ്ടാകും. അപ്പൊ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവർത്തിക്കുന്ന വിശേഷങ്ങളൊക്കെ അതിന്റെ എല്ലാം പരിപൂർണതയുള്ളത്. അതാണ് ഹയ്യ് ഖയ്യൂം എന്നത്. അതാണ് ഷെയ്ഖോട് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഫഹുവൽ ഫഅാലു ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ് അവൻ. ഫമാ ശാഅ കാന വമാ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിക്കുന്നത് നടക്കും, അവൻ ഉദ്ദേശിക്കാത്തത് നടക്കുകയുമില്ല. വനശ്ഹദു അന്നഹു റബ്ബുനൽ ഖാലിഖ്, നാം സാക്ഷ്യം വഹിക്കുന്നു അവൻ നമ്മുടെ ഖാലിഖാണ്, റബ്ബാണ്. അഥവാ നമ്മുടെ റബ്ബാണ്. എങ്ങനെയുള്ളവൻ? ഖാലിഖായവൻ, സൃഷ്ടാവായവൻ. അൽ ബാരി, ബാരി എന്ന് പറഞ്ഞാലും ഖാലിഖിന്റെ അതേ അർത്ഥം തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. അൽ മുസവ്വിർ, രൂപം നൽകുന്നവൻ. ഓരോ വസ്തുവിനും, സൃഷ്ടിക്കുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ രൂപം നൽകുന്നവൻ. അത് വളരെ അത്ഭുതമാണ്. ശരിക്കും മുസവ്വിർ എന്നുള്ള നാമം നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു നാമമാണ്. കാരണം ഈ ലോകത്തുള്ള ഏതൊരു വസ്തു, മനുഷ്യരെന്നെ ഓരോരുത്തരും വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ വസ്തുക്കൾ വ്യത്യസ്തമാണ്. ഈ എന്തൊക്കെ സാധനം ഉണ്ടോ അതിനൊക്കെ ആ രൂപം കൊടുത്തു. നമ്മൾ ആലോചിക്കും മത്സ്യങ്ങൾ വ്യത്യസ്ത നിറത്തിൽ, വ്യത്യസ്ത രൂപത്തിൽ, കായ്ക്കനികൾ, അതിൽ തന്നെ ഒരു ഇനം തന്നെ ഒരുപാട് വ്യത്യസ്തം. അങ്ങനെ എല്ലാത്തിനും രൂപം കൊടുത്തവൻ. അല്ലദീ ഔജദൽ കായിനാത്ത്, എങ്ങനെയുള്ളവൻ? എല്ലാ ഉള്ളതിനെയും ഉണ്ടാക്കിയവൻ. വഅത്ഖന സുൻഅഹ, അതിന്റെ രൂപം നേരെ ചൊവ്വയാക്കിയവൻ. വഅഹ്സന നിദാമഹ, അതിന്റെ സിസ്റ്റം മൊത്തം ഏറ്റവും നല്ല രീതിയിലാക്കിയവൻ. അതായത് ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ കോലം, അതിനെങ്ങനെയാണ് ആവശ്യം ആ കോലം. പാമ്പിന് എന്താണോ കോലം ആ കോലം. പാമ്പിന്റെ ആ വിഷവും വെച്ച് പാമ്പിന് 4 കാലുണ്ടായിരുന്നു, എന്തായിരിക്കും അവസ്ഥ? നടക്കൂല. ഇവിടെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പാമ്പിന് ആ വിഷമുണ്ട്, പക്ഷെ പാമ്പിന് അതിൻ്റെതായിട്ടുള്ള ഒരു ജീവിതശൈലി. അതുപോലെ തന്നെ ഓരോ ജീവിക്കും. ഇപ്പൊ ജിറാഫിന്റെ തല അത് ആനയുടെ തലയുടെ അത്ര വലിപ്പുണ്ടെങ്കിലോ ആ കഴുത്തിൽ നിൽക്കൂല. അങ്ങനെ ഓരോ ജീവിക്കും അതിന്റെ ജീവിത വ്യവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള രൂപം അങ്ങനെ ഒരുക്കിയവൻ. അവനാണ് അല്ലാഹു, എങ്ങനെയുള്ളവൻ? അവനല്ലാതെ ഒരു ഇലാഹില്ല, ആരാധിക്കപ്പെടേണ്ടവൻ അവനാണ്. അല്ലദീ ലാ യസ്തഹിഖുൽ ഇബാദത്ത് അഹദുൻ സിവാഹ്, അവനല്ലാതെ ഒരാൾക്ക് എന്താവില്ല, ഇബാദത്ത് എന്താവൂല, അർഹമല്ല. അവന് മാത്രമാണ് ഇബാദത്ത് അർഹനായിട്ടുള്ളവൻ. فلا نخضع ولا نذل ولا ننيب ولا نتوجه إلا لله الواحد القهار, നാം അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുന്നില്ല, വിധേയത്വം കാണിക്കുന്നില്ല, പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല, തിരിയുന്നില്ല വാഹിദുൽ ഖഹാർ, ഏകനും സർവാധിപരുമായിട്ടുള്ള അള്ളാഹുവിലേക്കല്ലാതെ. അൽ അസീസുൽ ഗഫാർ, അസീസായവൻ. അസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദ്റത്തിന്റെ ഉന്നതമായ അവസ്ഥക്കാണ് അസീസ്. പ്രതാപ് എന്ന് പറയും, അഥവാ ശക്തിയുടെയും കഴിവിന്റെയും ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥക്കാണ് എന്ത് പറയുക? അസീസ് എന്ന് പറയുക. ഗഫാർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ അങ്ങേയറ്റം പൊറുക്കുന്നവൻ. ഫയ്യാഹു നഅ്ബുദു, അവനെയാണ് നാം ആരാധിക്കുന്നത്. വയ്യാഹു നസ്തഈൻ, അവനോട് മാത്രമാണ് നാം സഹായം തേടുന്നത്. വലഹു നർജു വനഖ്ശ, അവന്റെ മേലെയാണ് നാം പ്രതീക്ഷ വെക്കുന്നത്, അവനെയാണ് നാം ഭയപ്പെടുന്നത്. നർജു റഹ്മതഹു, നാം പ്രതീക്ഷ വെക്കുന്നത് എന്താണ്? അവന്റെ കാരുണ്യത്തെയാണ്. വനഖ്ശ അദ്ലഹു വഅദാബഹു, നാം ഭയപ്പെടുന്നത് എന്താണ്? അവന്റെ നീതിയെയും ശിക്ഷയെയുമാണ്. പ്രത്യേകം പറഞ്ഞൊരു വാക്ക്, സാധാരണ അദാബ് മാത്രമല്ല, ഇവിടെ അദിൽ പ്രത്യേകം പറഞ്ഞു. അത് ഷെയ്ഖിന്റെ വലിയൊരു ഹിക്മത്താണ്. അതായത് അള്ളാഹു തആല ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താ ചെയ്യുള്ളൂ? നീതിപൂർവ്വം ചെയ്യുള്ളൂ. അള്ളാഹു നീതിപൂർവ്വം എങ്ങാനും നമ്മളോട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെന്താവും? ശിക്ഷക്ക് അർഹരായിത്തീരുന്ന അവസ്ഥ ഉണ്ടാവുക. അതായത് അള്ളാഹ് എല്ലാം തന്ന് നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് എല്ലാ സൗകര്യവും തന്ന് ഭക്ഷണം തന്ന് വെള്ളവും തന്ന് നമ്മൾ അള്ളാഹുവിനോട് നിൽക്കുന്ന രീതി വെച്ച് നീതിയോടുകൂടി വിധിയേൽപ്പിക്കാൻ നോക്കിയാലോ എന്താ ഉണ്ടാവുക? നമ്മൾ ശിക്ഷക്ക് അർഹരാവുക ചെയ്യുക.
അതുകൊണ്ടാണ് അവിടെ അതിൽ പ്രത്യേകം കൊടുത്തത്. ലാ റബ്ബ ലനാ ഗൈറഹു ഫനസ്അലുഹു വനദ്ഉ, അവനല്ലാതെ റബ്ബ് നമുക്കില്ല, അവനോട് നാം തേടുന്നു, അവനോട് നാം ദുആ ചെയ്യുന്നു. വലാ ഇലാഹ ലനാ സിവാ നുഅമ്മിലുഹു വനർജു, അവനല്ലാതെ ഇലാഹ് നമുക്കില്ല, അതുകൊണ്ട് തന്നെ അവന്റെ മേലെ നാം പ്രതീക്ഷ വെക്കുന്നു, ആശ വെക്കുന്നു. ഹുവ മൗലാന ഫി ഇസ്ലാഹി ദീനിനാ വദുനിയാന, അവനാണ് നമ്മുടെ രക്ഷാധികാരി, നമ്മുടെ ദീനിന്റെ വിഷയത്തിലാവട്ടെ ദുനിയാവിന്റെ വിഷയത്തിലാവട്ടെ. വഹുവ നിഅമൻ നസീർ, അവൻ എത്ര നല്ല സഹായിയാണ്. അദ്ദാഫിഉ അന്നാ ജമീഅ അസ്സൂഇ വൽ മകാരിഹ്, നമ്മെ തൊട്ട് എന്തെല്ലാം ദോഷങ്ങൾ വരുന്നുണ്ടോ അതിനെയെല്ലാം പ്രതിരോധിച്ച് തടയുന്നവൻ അവനാണ് എന്നുള്ളത്. അള്ളാഹു, ഇത്രയുമാണ് ഷെയ്ഖ് ആ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. അഥവാ അള്ളാഹുവിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് തഫ്സീലിയായിട്ട് മൊത്തത്തിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വിശ്വാസം ഉണ്ടാവേണ്ടത്. അത് ശരിക്ക് ഈ ഒരു കാര്യം, ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് അള്ളാഹുവിലെ വിശ്വാസം എന്റെ ഇങ്ങനെയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഓരോ നാമങ്ങളും, ഇതിൽ ഒരുപാട് അള്ളാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞു, വിശേഷണങ്ങൾ പറഞ്ഞു, ഇതെല്ലാം തെളിയിച്ചു കൊടുക്കുന്ന നിലക്ക് എന്റെ വിശ്വാസമായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുണ്ടാകുന്ന എന്റെ ആ വിശ്വാസത്തിന്റെ ശക്തി എത്രത്തോളം ആയിരിക്കും എന്ന് ശരിക്കും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അത്രയും മഹത്തരമായ നിലക്കാണ് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷങ്ങളും വെച്ച് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഈ ഉത്തരം എഴുതിയിട്ടുള്ളത്. ശരിക്ക് ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുകളിൽ കാണുന്ന അതേ ഒരു രീതിയിലാണ് ഷെയ്ഖ് എഴുതിയിട്ടുള്ളത്. ചിലപ്പോൾ കിതാബിലുള്ളത് തന്നെ ആയിരിക്കും. ഷെയ്ഖിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ തഫ്സീർ സഅദി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആയത്തിന്റെയും തഫ്സീർ ഇബ്നുൽ ഖയ്യിമിന്റെ ഇബ്നുൽ ഖയ്യിമിന്റെ വാക്കുകളാണ്. അങ്ങനെ തന്നെ ഷെയ്ഖ് എഴുതാറുണ്ട്. കാരണം അത്രയും അതിന്റെ ആശയം വിശാലമായതുകൊണ്ട്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തന്നെയാണ്. السؤال الثالث عشر 13ാമത്തെ ചോദ്യം, മാ സിഫത്തുൽ ഈമാൻ ബിൽ അംബിയാഇ അലാ വജ്ഹി തഫ്സീൽ, അല്ലാഹുവിൽ വിശ്വാസം പറഞ്ഞല്ലോ, അതുപോലെ നബിമാരുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം, അഥവാ ഞാൻ നബിമാരിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അൽ ജവാബു, അതിനുത്തരം, علينا أن نؤمن بجميع الأنبياء والرسل الذين ثبتت نبوتهم ورسالتهم, നമ്മുടെ മേലെ നിർബന്ധമാണ് നാം എല്ലാ നബിമാരിലും റസൂലുകളും വിശ്വസിക്കുന്നു, അഥവാ നബിയാണ് റസൂലാണെന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അലാ വജ്ഹിൽ ഇജ്മാലി വ തഫ്സീൽ, അത് മൊത്തത്തിലാവട്ടെ പ്രത്യേകം പറഞ്ഞതാവട്ടെ. അപ്പൊ പറയാണ് ഇത്ര നബിമാർ വന്നിട്ടുണ്ട്, അയച്ചിട്ടുണ്ട് പറഞ്ഞാൽ അത് മൊത്തമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന നബി ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കിതാബ് ഇറങ്ങി അങ്ങനെ വന്നാൽ അങ്ങനെ വിശ്വസിക്കുന്നു. എങ്ങനെയാണോ വിശ്വസിക്കുന്നു. ونعتقد أن الله تعالى اختصهم بوحيه وإرساله, നാം ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തു, പ്രത്യേകമാക്കി വഹി നൽകിക്കൊണ്ട് റസൂലാക്കിക്കൊണ്ട്. വജഅലഹും ബസാഇത ബൈനഹു വബൈന ഖൽഖിഹി ഫീ തബ്ലീഗ് ദീനിഹി വശർഇഹി, ദീന് നമുക്ക് എത്തിച്ചു തരുന്നതിൽ അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് അല്ലാഹു വെച്ചതാണ് അവരെ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അള്ളാഹു ഇങ്ങോട്ട് ദീൻ എത്തിച്ചു തരുന്നതിൽ അള്ളാഹു തആല റസൂലുകൾ മുഖേനയാണ് നമുക്ക് എത്തിച്ചത്. വയ്യദഹും, ഇവിടെ ഇപ്പൊ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, നമ്മൾ അള്ളാഹിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ചോദിച്ചാൽ മതി, പിന്നെ റസൂലിനെ എത്തിയതുള്ളൂ. ഇടയിൽ ആളെ വെക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇടയിൽ റസൂൽ വന്നിട്ടല്ലേ നമുക്കിത് കിട്ടിയത്. അത് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നുള്ളത്, അല്ലാതെ റസൂലിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊരു ശുഭത്താണ് ആളുകൾ ഇട്ട് തരുന്നത്. വയ്യദഹും ബിൽ ആയാത്തി ദാലത്തി അലാ സിദ്ഖിഹിം വസിഹ്ഹതി മാ ജാഊ ബിഹി, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ദൃഷ്ടാന്തങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ സത്യസന്ധത അവർ കൊണ്ടുവന്നത് ശരിയാണെന്ന് അല്ലാഹു തആല തെളിയിക്കാൻ അവർക്ക് പല ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസാത്തുകളും നൽകി. വഅന്നഹും അക്മലുൽ ഖൽഖി ഇൽമൻ വഅമലൻ, ഈ നബിമാരാണ് സൃഷ്ടികളിൽ അറിവ് കൊണ്ടും കർമ്മം കൊണ്ടും പരിപൂർണരായിട്ടുള്ളവർ. വസ്ദഖുഹും വഅബറുഹും വഅക്മലുഹും അഖ്ലാഖൻ വഅമാലൻ, അവരാണ് ഏറ്റവും സത്യസന്ധരും പുണ്യം ചെയ്യുന്നവരും പരിപൂർണത ഉള്ളതും, സ്വഭാവം കൊണ്ടാവട്ടെ പ്രവർത്തനങ്ങൾ കൊണ്ടാവട്ടെ. വഅന്നല്ലാഹ ഖസ്സഹും ബിഫളാഇല ലാ യുൽഹിഖുഹും ഫീഹാ അഹദുൻ, അല്ലാഹു തആല അവർക്ക് പ്രത്യേകം ചില ശ്രേഷ്ഠതകൾ കൊടുത്തിട്ടുണ്ട് ഒരാൾക്കും ഇല്ലാത്തത്. അതായത് നബിമാരെ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അവർക്ക് പ്രത്യേകത നൽകിയിട്ടുണ്ട്, മറ്റാർക്കും ഇല്ലാത്തത്. വബറഅഹും മിൻ കുല്ലി ഖുലുഖിൻ റസീലിൻ, എല്ലാ മ്ലേച്ഛമായ സ്വഭാവങ്ങളെ തൊട്ടും അല്ലാഹു അവരെ സംരക്ഷിച്ചിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. വഅന്നഹും മഅസൂമൂന ഫീ കുല്ലി മാ യുബല്ലിഗൂനഹു അനില്ലാ, അല്ലാഹുവിനെ തൊട്ട് അവർ അറിയിക്കുന്ന കാര്യങ്ങളിലെല്ലാം അവർ മഅസൂമികളാണ്, അവർ തെറ്റിയില്ല അല്ലാഹുവിനെ കുറിച്ച് അവർ അറിയിക്കുന്ന കാര്യങ്ങൾ. വഅന്നഹു ലാ യസ്തഖിറു ഫീ ഖബ്രിഹിം വതബ്ലീഗിഹിം ഇല്ല അൽ ഹഖ് വസ്സവാബ്, അവരറിയിക്കുന്ന കാര്യങ്ങളിൽ സത്യവും ശരിയല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. വഅന്നഹു യജിബുൽ ഈമാനു ബിഹിം കുല്ലിഹിം, എല്ലാ നബിമാരിലെ വിശ്വാസം നിർബന്ധമാണ്. ഒരു നബിയിലെ വിശ്വസിച്ചാൽ എല്ലാ നബിമാരിലും അവനെ വിശ്വസിച്ച പോലെയാണ്. വബികുല്ലി മാ ഊതൂഹു മിനല്ലാഹ്,
അള്ളാഹുവിൽ നിന്ന് നൽകപ്പെട്ടതിലെല്ലാം വമഹബ്ബത്തുഹും വതൗഖീറുഹും വതഅലീമുഹും, അതുപോലെ തന്നെ അവരോടുള്ള ഇഷ്ടം ഉണ്ടാവണം, അവർക്ക് പിന്താങ്ങി സഹായിക്കണം, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. എന്നിട്ട് പറയാണ് വനുഅ്മിനു അന്ന ഹാദിഹിൽ ഉമൂറ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നബിമാർക്ക് മൊത്തത്തിൽ ഉണ്ടാവേണ്ട ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ വിശ്വാസത്തിൽ. ഈ കാര്യങ്ങൾ വാജിബത്തുൻ അലൈനാ നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അക്മലിൽ വുജൂഹി വഅലാഹ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പരിപൂർണമായ നിലക്കുണ്ടാവേണ്ടത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നമ്മുടെ റസൂലിനോടാണ്. വഅന്നഹു യജിബു മഅരിഫതുഹു, അതുകൊണ്ട് തന്നെ നിർബന്ധമാണ് ആ റസൂലിനെ കുറിച്ച് അറിയൽ. വമഅരിഫതു മാ ജാഅ ബിഹി, ആ റസൂൽ കൊണ്ടുവന്നതിനെ കുറിച്ച് അറിയൽ, അഥവാ ഖുർആനിനെ കുറിച്ചും ദീനിനെ കുറിച്ചും. മിനശ്ശറഇ, ശരീഅത്തിന്റെ നിയമങ്ങൾ, ജുംലതൻ വതഫ്സീലൻ, മൊത്തമായിട്ടും അല്ലാതെ ഓരോന്നും വേർതിരിച്ചുകൊണ്ടായിട്ടും നമ്മുടെ മേലെ നിർബന്ധമാണ്. ബിഹസബിൽ ഇസ്തിതാഅ, ഒരാളുടെ കഴിവനുസരിച്ച്, അഥവാ നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം, ഐച്ഛികമായത് കഴിവനുസരിച്ച്. വൽ ഈമാനു ബിദാലിക വൽതിസാമുഹു വൽതിസാമു തഅഅതിഹി ഫീ കുല്ലി ഷൈഇൻ, അതുപോലെ തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കണം, കൊണ്ടുവന്ന ശർഇൽ വിശ്വസിക്കണം, അതിനോട് ഉറച്ചു നിൽക്കണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യം അനുസരണം ഉണ്ടാവണം എല്ലാ കാര്യത്തിലും. ബിതസ്ദീഖി ഖബരിഹി, അവിടുന്ന് അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട്, വംതിസാലി അംരിഹി, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട്, വജ്തിനാബി നഹിഹി, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, വന്നഹു ഖാതമുൻ നബിയ്യീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്, ലാ നബിയ ബഅദഹു, അവിടുന്ന് ശേഷം ഒരു നബിയുമില്ല. ഖദ് നസഖത് ശരീഅതുഹു ജമീഅ ശറാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് മുൻപുള്ള എല്ലാ ശരീഅത്ത് നിയമങ്ങളെയും നസ്ഖ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇനി ബാധകമല്ല. വഹിയ ബാഖിയത്തുൻ ഇലാ ഖിയാമിസ് സാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്താണെങ്കിലോ അന്ത്യനാൾ വരെ നിലനിൽക്കും. വലാ യതിമുൽ ഈമാനു ബിഹി ഹത്താ യഅലമൽ അബ്ദു, ഈ റസൂലിലുള്ള വിശ്വാസം പരിപൂർണമാകില്ല ഒരു അടിമ മനസ്സിലാകാതെ അന്ന ജമീഅ മാ ജാഅ ബിഹി ഹഖ്ഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതൊക്കെ ഹഖാണെന്ന് വിശ്വസിക്കാതെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. വന്നഹു യസ്തഹീലു അൻ യഖൂമ ദലീലുൻ അഖലിയ്യുൻ വഹിസ്സിയ്യുൻ, ഒരു ദലീല് ബുദ്ധിപരമായതാവട്ടെ അല്ലെങ്കിൽ ഹിസ്സി പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നതാവട്ടെ, അതല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം അല്ലാത്തത്, അലാ ഖിലാഫി മാ ജാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടതിനെതിരായിട്ട്. അതായത് ഇവിടെ ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, ഇതിനെതിരായിക്കൊണ്ട് ബുദ്ധിപരമായി ചിന്തിച്ചൊരു കാര്യമാണെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണെങ്കിലും ഉണ്ടാവുകയില്ല എന്നുള്ളത്. നമ്മൾ പലപ്പോഴും സാധാരണ ബുദ്ധി കൊടുക്കാൻ പാടില്ല എന്ന് പറയും. ഇനി അല്ലാതെ അനുഭവിച്ചറിഞ്ഞാലും എന്തേ ഉള്ളൂ, അതെന്താണ്, എതിരാവൂല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കും ശരി, അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ ബുദ്ധിപരമായി കൊണ്ടും ഇതുകൊണ്ട് ഈച്ചയുടെ ഹദീസ്, ഈച്ച വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ മുക്കി കുടിക്കണം എന്നുള്ള ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുക്കി കുടിക്കുക എന്നുള്ളത്, അത് ബോധ്യപ്പെട്ടു. അപ്പൊ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് കുറെ ആൾക്കാർ കുറെ കാലം എന്ത് ചെയ്തു, പിന്നെ അത് ശരിയല്ല, അത് പിന്നെ ഹദീസ് നമുക്ക് തള്ളണം, കാരണം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ശരിയല്ല പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. പിന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് വേറെ കാര്യം പോട്ടെ. ഇനി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഒരാളിങ്ങനെ ഈച്ച വീണു, ആ ഈച്ച വീണത് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് അയാൾ കുടിച്ചപ്പോൾ അയാൾക്ക് ഈച്ചയിൽ പകരുന്ന രോഗം പകർന്നു വിചാരിക്കാം. അനുഭവിച്ചല്ലോ, അനുഭവിച്ചറിയാൻ പറ്റിയല്ലോ, എന്നാലും എന്താ ശരിയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതേ ശരിയുള്ളൂ. അതാണ് അതിന്റെ ഉദ്ദേശം. ബുദ്ധി കൊണ്ടാണെങ്കിലും ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചതാണെങ്കിലും ഇതിനെതിരായിട്ട് ഒരു കാര്യം വരില്ല. ബൽ അൽ അഖ്ലു സഹീഹ് വൽ ഉമൂറുൽ ഹിസ്സിയ്യത്തുൽ വാഖി തഷ്ഹദു ലിർറസൂലി ബിസ്സിദ്ഖി വൽ ഹഖ്, എന്നാൽ യഥാർത്ഥത്തിൽ സഹീഹായിട്ടുള്ള ബുദ്ധിയും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള അനുഭവജ്ഞാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുന്ന നിലക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. ഇതാണ് നബിമാരുടെ വിശ്വാസത്തിന്റെ ഒരു ആകത്തുകയായിട്ട് വേണ്ടത്. ഇത് വളരെയധികം ചിന്തിക്കേണ്ട, ഒരുപക്ഷെ ഇതിൽ ഓരോ വാചകങ്ങളും വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ചോദ്യങ്ങൾ, അള്ളാഹുവിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം, നബിമാരുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം, ഇത് ജീവിതത്തിൽ തെളിയിച്ച് വരേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വരെ ഇൻഷാല്ലാഹ് ബാക്കി നമുക്ക് ഒരു ദർസിൽ അടുത്ത ചോദ്യങ്ങൾ നമുക്ക് വായിക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.